സർ 22.5% എഫിഷ്യൻസി ഉള്ള പാനലാണ്. ഒന്നും നോക്കാനില്ല, എടുത്തോളൂ, വേറെ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസിയാണ് നമ്മുടെ പാനൽ വരുന്നത് 23.5%. വേറെ നിങ്ങൾക്ക് ഇതിന് മേലെ കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾ തന്നെ കേട്ടതാണ്, ഒരാൾ 22.5% ഉള്ള എഫിഷ്യൻസി ഉള്ള പാനൽ നല്ലതാണെന്ന് പറയുന്നു, വേറെ ആൾ വന്നിട്ട് പറയുന്നു 23% നല്ലതാണ്. സോ ആക്ച്വലി 22.5% ഉള്ള പാനലിനേക്കാളും 23% എഫിഷ്യൻസി ഉള്ള പാനൽ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ ധരിച്ചേക്കുന്നത്. സോ വേദ, വാട്ട് ഈസ് എഫിഷ്യൻസി? എഫിഷ്യൻസി എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ? പറ്റില്ല. എന്ത് പരിപാടിയാടാ, ഒന്ന് താടാ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഓരോ കമ്പനിക്കും പലതരം എഫിഷ്യൻസിയാണ് അവർക്കുള്ളത്. ഇപ്പോൾ 23.5 ഉണ്ട്, 22.5 ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അവർ സർട്ടിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരു ലാബുകളുണ്ട്, മനസ്സിലുണ്ടോ? അവിടേക്കാണ് ഇവർ ടെസ്റ്റിങ്ങിന് വേണ്ടി അയക്കുന്നത്. ഈ ലാബിൽ എന്ന് വെച്ചാൽ അവരൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ അവിടെ സെറ്റിംഗ് വെച്ചാൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അവർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു പാനലിൻ്റെ മാക്സിമം എഫിഷ്യൻസി, അതായത് മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചറിലാണ്. അതിന് മേലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എഫിഷ്യൻസി കുറയും എന്നാണ് നമ്മളെ ഇപ്പോൾ റിപ്പോർട്ടുകളുള്ളത്. അതേപോലെ തന്നെ അതിന് വേറൊരു ഘടകമാണ് എയറിൻ്റെ മാസ്. അത് ഈ ലാബിൽ ഓൾറെഡി സെറ്റിംഗ് ആണ്, ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഉണ്ട്. അതേമാതിരി നമ്മുടെ ഈ സൺലൈറ്റ് വീഴുന്നത് അത് 1 സ്ക്വയർ മീറ്റർ ഏരിയ, ഇത്രയും ഈ 3 കണ്ടീഷൻ വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കമ്പനിയും അവരുടെ എഫിഷ്യൻസി പറയുന്നത്. ഇപ്പോൾ ചോദിക്കാത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വേദ പറഞ്ഞ കാര്യം നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ നോക്കാം. ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 500 വാട്ട്സിൻ്റെ ഒരു പാനൽ, അതിൻ്റെ എഫിഷ്യൻസി 22% ആണ്. നെക്സ്റ്റ് ബി എന്നൊരു കമ്പനിയുടെ സെയിം പവർ 500 വാട്ട്സിൻ്റെ പാനൽ, അതിൻ്റെ എഫിഷ്യൻസി 23% ആണ്. ഈ രണ്ടിൻ്റെയും ഓൾ അതർ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് അങ്ങനെയുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സൊക്കെ ഈക്വലാണ്. സോ ഇത് നമ്മൾ ഒരു സെയിം എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സോ എ എന്ന് പറയുന്ന പാനലും ബി എന്ന് പറയുന്ന പാനലും ഒരേ പവറേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എ എന്ന് പറയുന്ന പാനൽ കൂടുതലും ബി എന്ന് പറയുന്ന പാനൽ കുറവും പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ വേദ, ഈ ഒരു ഹയർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാനലിലേക്ക് നമ്മൾ പോകുന്ന എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? ശരിക്കും അതിനെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഇതിലിപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് കിട്ടാനില്ല. ഇതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനലിൻ്റെ സൈസിൽ സ്ലൈറ്റിലായിട്ടുള്ളൊരു കുറവുണ്ടായിരിക്കുന്നു മാത്രം, അത്രയേ ഉണ്ടാകുന്നു. അതിപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു 3 കിലോ വാട്ട്, 5 കിലോ വാട്ട്, 10 കിലോ വാട്ട്, ഇതിലൊന്നും അത് എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല ഇതിൻ്റെ ഈ അഡ്വാൻറ്റേജ് കൊണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എഫിഷ്യൻസി കൂടിയ പാനലിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റേതിനേക്കാളും റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എഫിഷ്യൻസി കൂടിയ ഒരു പാനൽ റേറ്റ് നമ്മൾ മുടക്കിയിട്ട് എന്താ കാര്യം? സോ എന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ക്ലിയർ ഡിസിഷൻ എടുക്കുക അതിൻ്റെ കേസിൽ.